UFC അമേരിക്കൻ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ ലോകം കണ്ട മികച്ച UFC താരങ്ങളിൽ ഒരാളാണ് റഷ്യക്കാരനായ ഖബീബ് നുർമഗോവദേവ്. 2 തവണ കോമ്പാക്ട് ചാമ്പോ ലോക ചാമ്പ്യനായ അദ്ദേഹം സാംബോ, ജൂഡോ, ഗുസ്തി എന്നിവയിൽ മികച്ച പരിശീലനം നേടിയ ചരിത്രത്തിലെ ശ്രദ്ധേയനായ ഒരാളാണ് ഖബീബ്. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന റഷ്യൻ സെലിബ്രിറ്റി കൂടിയാണ് ഖബീബ്. 2020 ഒക്ടോബർ 24 ശനിയാഴ്ചയാണ് ആ മത്സരം നടന്നത്. ജസ്റ്റിൻ ഗേറ്റ്ജെയുമായുള്ള ഏറ്റുമുട്ടലിൽ മികച്ച വിജയം നേടിയ ശേഷം കായിക ലോകത്ത് നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു ലോക ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യനായ ഖബീബ്. തകർക്കപ്പെടാത്ത 29 വിജയങ്ങളുമായി പരാജയമറിയാതെ ഒന്നാമനായി നിൽക്കുമ്പോഴാണ് ഖബീബ് പ്രഖ്യാപനം നടത്തുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കാരണം ഇദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ മനാഫ് നുർമഗോവദേവ് മരണപ്പെട്ടിരുന്നു. പിതാവിൻ്റെ മരണശേഷം നടന്ന ആദ്യത്തെ പോരാട്ടമാണ് ഇത്. തൻ്റെ പരിശീലകൻ കൂടിയായ പിതാവിൻ്റെ വിയോഗശേഷം മാതാവിനെ ഇനി ഒറ്റക്കാക്കില്ലെന്നും താൻ തൻ്റെ അവസാന മത്സരമാണ് നടത്തിയതെന്നും വികാരഭരിതനായ ഖബീബ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടെ UFC-യുടെ ചരിത്രത്തിലെ ഒരു ഇതിഹാസ അധ്യായം കൂടിയാണ് അവസാനിക്കുന്നത്. ഏറ്റവും മികച്ച എതിരാളി ജസ്റ്റിൻ ഗേറ്റ്ജെയെ പരാജയപ്പെടുത്തി റിങ്ങിനകത്തെ ഏറ്റവും പ്രബലനായ പോരാളി താൻ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ അവിസ്മരണീയമായ കരിയർ അവസാനിപ്പിക്കുന്നത്. ജസ്റ്റിനെ പരാജയപ്പെടുത്തിയതോടുകൂടി തൻ്റെ അപരാജിത റെക്കോർഡ് 29-0 എത്തിക്കുകയായിരുന്നു. റഷ്യയിലെ ദാഗസ്താൻ പ്രവിശ്യയിലെ പർവ്വത പ്രദേശത്താണ് ഖബീബിൻ്റെ ജനനം. ചെറുപ്പം മുതൽ തന്നെ ഒരു യോദ്ധാവായിട്ടാണ് ഇദ്ദേഹം വളർന്നത്. കരിയറിലുടനീളം പിതാവ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമേരിക്കയിൽ നടക്കുന്ന തൻ്റെ മകൻ്റെ UFC മത്സരങ്ങൾ കാണാൻ വിസ നിഷേധിച്ചപ്പോൾ പോലും ഖബീബിനെ വിജയത്തിലേക്ക് നയിച്ചത് പിതാവിൻ്റെ പരിശീലനമായിരുന്നു. റഷ്യക്കാരനായ ഖബീബ് എതിരില്ലാത്ത ധാരാളം മത്സരങ്ങളിൽ ചാമ്പ്യനാണ്. പക്ഷേ പണത്തിൻ്റെ ഹുങ്കുകൊണ്ട് അഹങ്കാരിയും നീചനും അപകടകാരിയുമായ കേണർ മഗ്രിഗർ എന്ന ഐറിഷ്കാരന് ഖബീബിൻ്റെ വളർച്ച അത്ര പിടിച്ചില്ല. തനിക്ക് മുകളിൽ ആരും പാടില്ല എന്ന് അവൻ അഹങ്കരിച്ചു. അങ്ങനെ UFC പ്രസിഡന്റിനോട് കേണർ 2 പേർക്കും കൂടി വേദി തയ്യാറാക്കാൻ പറഞ്ഞു. ഖബീബ് വെല്ലുവിളി ഏറ്റെടുത്തു. മത്സരത്തിന് മുമ്പ് ഖബീബിനെ അയാൾ പലതവണ വേദനിപ്പിച്ചു. ജനങ്ങളുടെ ഇടയിൽ വെച്ച് തൻ്റെ പിതാവിനെയും മതത്തെയും രാജ്യത്തെയും ആക്ഷേപിച്ചു. എന്നിട്ടും അവൻ്റെ പക തീർന്നില്ല. ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് ഖബീബിന് ഒരു ഗ്ലാസ്സിൽ മദ്യം നൽകി. അത് ഖബീബ് നിരസിച്ചു. അതിനും കുറേ തെറി പറഞ്ഞു. തീർന്നില്ല. ഖബീബ് സഞ്ചരിക്കുന്ന ബസ്സിന് നേരെ ആക്രമണം നടത്തി. അതിലുണ്ടായിരുന്നവർക്ക് പരിക്ക് പറ്റി. അപ്പോഴൊന്നും ഖബീബ് പ്രതികരിച്ചില്ല. ഇതിനെപ്പറ്റിയെല്ലാം അദ്ദേഹം പറഞ്ഞത് കേണർ പറയുന്നത് പോലെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ധാരാളം യുവാക്കൾ എന്നെ പിന്തുണരുന്നുണ്ട്. അവർക്ക് ഞാനൊരു മോശം ഉദാഹരണമാവരുത്. നിറഞ്ഞ പുഞ്ചിരിയോടെ ഖബീബ് ജനങ്ങളോട് പറഞ്ഞു, അവൻ ചെയ്ത തോന്നിവാസങ്ങൾക്ക് ഞാൻ റിങ്ങിൽ പകരം ചോദിക്കും. അങ്ങനെ ലോകം കാത്തിരുന്ന ചരിത്ര പോരാട്ടത്തിന് സ്ഥലവും വേദിയും ഒരുങ്ങി. ഇടിക്കൂട്ടിൽ ഓരോ തൂണിലും കേണറിൻ്റെ വിദേശ മദ്യത്തിൻ്റെ പരസ്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ മത്സരത്തിൻ്റെ ഏകദേശം ചിലവൊക്കെ കേണറിൻ്റെ വക. ഒക്ടോബർ 6 രാവിലെ റിംഗ് ബെല്ലടിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കളിയുടെ അവസാനം ഖബീബ് തൻ്റെ വാക്ക് പാലിച്ചു. മാതാപിതാക്കളോടുള്ള അതിരറ്റ സ്നേഹവും തൻ്റെ ദൈവത്തിലുള്ള ദൃഢവിശ്വാസവുമായിരുന്നു ഖബീബിനെ ലോകം കണ്ട മികച്ച ചാമ്പ്യനാക്കിയത്. തൻ്റെ ആരാധകരോട് മാതാപിതാക്കളെ ബഹുമാനിക്കാനും അവരെ ചേർത്തു പിടിക്കാനും ഖബീബ് എപ്പോഴും നിർദ്ദേശിക്കുമായിരുന്നു. ഒരു മികച്ച ഫൈറ്റർ എന്നതിലുപരി ഒരു വലിയ മനസ്സിനുടമ കൂടിയായിരുന്നു ഖബീബ് നുർമഗോവദേവ്. ഓരോ യുവാക്കൾക്കും ഒരു റോൾ മോഡലാക്കാൻ കഴിയുന്ന ഒരു വലിയ മനുഷ്യൻ.